തരണ്ടിയോ? ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് പഴംപൊരി ഉണ്ടാക്കുക ചെറിയ നാടൻ മുട്ട. എങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഇഡ്ഡലി ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഇഡ്ഡലി മാവില്ലേ, അതാണ് കേട്ടോ. നല്ല തിക്ക് ബാറ്ററാണ്, നമ്മൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 4 പാക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിനും ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി, എനിക്കും ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സംഭവവും റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി ആട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണല്ലോ, ആ ഒരു ഇഡ്ഡലി ആയിരുന്നു. പിന്നെ എൻ്റെ ഇക്കാൻ്റെക്ക് ഫേവറേറ്റ് ആണ് റെഡ് ചട്ടിനി കേട്ടോ. അപ്പോൾ നമ്മൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ചട്ടിനി ഉണ്ടാക്കിയിട്ട്, ഹസ്ബൻഡും ചില ദിവസം വൈറ്റ് പറയും അല്ലെങ്കിൽ റെഡ് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും ഉണ്ടാക്കലാണ്. പിന്നെ രാവിലെ തന്നെ ഇളനീരൊക്കെ എടുത്ത് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം, കുറച്ച് കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ യൂത്ത് ഫേസിൻ്റെ ലിപ് ബാമും സോപ്പൊക്കെ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ ഓർഡർ തന്നപ്പോൾ സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് അത്യാവശ്യം ഓർഡർ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂട്യൂബ് വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ഒരു ടീമിന് 4 സോപ്പും 4 ക്രീമും ഓർഡർ തന്നിട്ടുള്ളത്. അവരൊക്കെ നമ്മൾ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ. ഒരുപാടുണ്ട് നമുക്ക് സ്ഥിരം കസ്റ്റമർ. അവരവരുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ അവരെ റിലേറ്റീവിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് അവരൊക്കെ നമ്മളെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂത്ത് ഫേസിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ അടുത്ത് അവൈലബിൾ ആണ്. സോപ്പുണ്ട്, ലിപ് ബാം ഉണ്ട്, സ്ക്രബ് ഉണ്ട്, ഫുഡ് ക്രീം ഉണ്ട്, പിന്നെ ബോഡി ലോഷൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം എന്തും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രീമിന് വരുന്നത് 599, 40 രൂപ ഡെലിവറി ചാർജാണ്. അപ്പോൾ ഞാനിതാ എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കർണാടകയ്ക്കാണ് ഈ ഒരു അഡ്രസ്സ് കേട്ടോ. പല ഭാഗത്തേക്കും നമ്മൾ ആളുകൾ ഓർഡർ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തേക്കും നമ്മളിതാ പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഇന്നൊരു 4-5 ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ടീമിൻ്റെതാണ് ആ വലിയത്, 4 സോപ്പും 4 ക്രീമും, പിന്നെ ബാക്കി 2 ക്രീമായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനെല്ലാം പാക്കൊക്കെ ചെയ്ത് അഡ്രസ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഒക്കെ സെറ്റാക്കി അരീക്കോട് പോവുകയാണ്. അപ്പോൾ അരീക്കോട് പോയി വരുമ്പോൾ ഉണക്കൽ മീൻ കൊണ്ടുവരണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്രാവ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാത്രി ഉണക്കൽ മീനും അതുപോലെ തന്നെ നമുക്ക് കൂട്ടാനും കഞ്ഞിയൊക്കെ ആക്കാമെന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ഷോപ്പിൽ പോയപ്പോൾ മുകളിൽ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അരീക്കോട് മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് മീനൊക്കെ വാങ്ങാൻ വരുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റാണ് ഈ ഒരു ഭാഗം കാണുന്നത് തന്നെ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് പഴംപൊരി ഉണ്ടാക്കുക ചെറിയ പഴംപൊരി, നല്ല നാടൻ മാഴമില്ല മന്ത്രമില്ല അമ്മമ്മന്റെ പഴംപൊരി. വലുതാക്കിയില്ല, ചെറിയ ചട്ടി ആയതുകൊണ്ട്. എങ്ങനെയാണ് മായമില്ല മന്ത്രമില്ല കാരമില്ല ഒറിജിനൽ പഴംപൊരി. ഇതിലേക്ക് എന്തൊക്കെയാ അമ്മ കൂട്ടിയത്? മഞ്ഞൾപ്പൊടി, ഏലക്കായ, ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടിയും ഉപ്പ്. അപ്പൊ ഇന്നലെ അസുവിന് ഉമ്മ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തിന് മൈദയൊക്കെ കൂട്ടിയിട്ട്. അപ്പൊ നല്ല രസം ഉണ്ടായിട്ട് അവൻ കഴിച്ചിന്. അപ്പൊ ഇന്ന് വീണ്ടും അവന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ഇന്ന് മൈദ ഇല്ലാത്തതുകൊണ്ട് ഉമ്മ ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. അരിപ്പൊടി കുറച്ച്, ഒരു നാടൻ മുട്ടയല്ലേ കുട്ടിയമ്മ? രസമല്ല വേണ്ടിയത്. ഇടിക്കൊണ്ടാണ് കടക്കൊണ്ടാണെന്നല്ല അമ്മക്കുണ്ടാണല്ലോ. മനസ്സിലായോ? ഇടിന്നതൊന്നും വാങ്ങുമ്പോൾ നമ്മളെ ടേസ്റ്റ് എന്താന്ന് അമ്മ ഉണ്ടാക്കിയത് നല്ല ലേസായപ്പോൾ എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ എൻ്റെ തിന്നുന്ന ഇത് കുറച്ച് ലൂസായിരുന്നു മാവ്. എന്തറിയില്ല, പിന്നെ ചുടി അരിപ്പൊടി ഇരുന്നു.
അപ്പോൾ ഇക്കതാ നേരം കിട്ടുന്ന ടൈമിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ചെടിയായിട്ടും കൃഷിയായിട്ടും അങ്ങനെ ഒരുപാട് സംഭവം. അപ്പോൾ ഇതാ നമ്മുടെ അടുക്കളത്തോട്ടമായിട്ട് ഉണ്ടാക്കിയത് ഇതാ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പാകമായിട്ടുണ്ട്. ചില ടൈമിൽ നമ്മളത് പറിക്കാൻ വിട്ടുപോകുമ്പോൾ പെട്ടെന്ന് മൂത്ത് പോകും, അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഒന്നിട്ട് മൂത്തിട്ടുണ്ട് ഇതിലുള്ള. അങ്ങനെ 3 ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അടുക്കളത്തോട്ടത്ത് ഒരുപാട് ഫ്രൂട്ടായാലും വെജിറ്റബിളായിട്ടും ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന കാണാൻ ഒരു വേറെ വൈബ് തന്നെയല്ലേ. അത് കുറേ ഉണ്ടാവണമെന്നില്ല, ഉള്ളത് തന്നെ നമുക്കതിങ്ങനെ പറിക്കാൻ പോകുമ്പോഴും അതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതാ ഇതുമ്മലൊക്കെ ഇതാ നമ്മൾ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 3 വെണ്ടയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി പാകമാകുന്നേ ഉള്ളൂ, പച്ചയാണ് കേട്ടോ, പഴുത്തത് നമ്മൾ പറിച്ചിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ചീര ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്, റെഡ് ചീര ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ആ ഒരു റെഡ് ചീര കൊണ്ടാണ് വേറെ വൈബ് ഇനിയില്ലേ. പിന്നെ ഇതാ അവിടെ കുറേ പപ്പായൻ്റെ തൈ ഉണ്ട്, ഇതുമ്മലൊക്കെ ഉണ്ടായിരുന്നു വഴുതനങ്ങയൊക്കെ, അതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. എന്താ കാര്യമായിട്ട് എന്തോ പറിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതുണ്ടോ, പേരക്കുണ്ടോ? ആ പയറോ? എന്ത് പയറ്? കപ്പപ്പയറോ? ആ തൂങ്ങി കിടക്കുന്നേ ആടാ. അത് മൂത്തോ? മൂത്ത ഒന്നിനും പറ്റൂലല്ലോ. അപ്പം നമ്മളെ കപ്പപ്പയറാണ്, മൂത്തിട്ടുണ്ട് തോന്നുന്നു. ഇത് കുറച്ച് പടർന്ന് പോയി ഇതായപ്പോ. അയ്യോ, എങ്ങനെ പൊട്ടിച്ചു നോക്ക? ഇങ്ങനെയോ? ഇത് ചേരി വെച്ചില്ലേ? വെച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ പൊട്ടുമ്പോൾ ഒരു ഇതുണ്ട്. 3 ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മളെ തോട്ടത്തിൽ നിന്ന് കപ്പപ്പയറല്ലേ, ഒരു വാളങ്ങ കപ്പപ്പയർ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അത് പറിച്ചിട്ടുണ്ട്. എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഉണ്ടായിമ്മല്, പക്ഷെ അത് മൂത്ത് പോയി, പറിക്കാൻ വൈകിപ്പോയി. ഏതായാലും ഒരു ഉപ്പേരിക്കുള്ള കിട്ടിയിട്ടുണ്ട്. നമ്മളിത് നല്ല ഉഷാറായി പടർന്നല്ലോ. ടോയിൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ വലിയ വള്ളിയായിട്ടുണ്ട്. കപ്പപ്പയർ മൂത്തുപോയി അല്ലേ. കപ്പപ്പയർ തന്നെയല്ലേ പറയാ? വാളങ്ങയും ചകിരി വെച്ചോ? എന്തോ ഒരു പുതിയൊരു ഐറ്റം കാണുന്നത്. എന്തൊക്കെയാ? പുള്ളികൊമ്പൊക്കെ ആട്ടുംകാട്ടം പൊടിച്ചെന്തിനാ ആരും ചെറിയ പാക്കിൽ നിങ്ങൾ വാങ്ങിക്കണേ? നിങ്ങളെ തലയിൽ തന്നെയല്ലേ? എന്താ ഇത്? വേര് വരാല്ല, വേര് പെട്ടെന്ന് വരാല്ല. എന്താ ചെയ്യലിക്കാ? എന്താ ചെയ്യല്? വേരിനെ അത് സ്റ്റക്കായി. അല്ല ഇത് ഉറച്ചില്ലേ? ഇത് തട്ടിയാ ഉറക്കും. ഇത് വേര് വരാനാണ് പെട്ടെന്ന്. ഇതിൽ മുക്കിയാലോ? ആരാ വന്നീ പക്കറ്? നമ്മക്ക് വ്ലോഗ് എടുക്കുന്ന പരിപാടിയല്ലേ? വ്ലോഗ് എടുക്കുന്ന ചെറിയ പരിപാടിയാ? അല്ല, അതിനും അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട്. ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ. വ്ലോഗ് എടുക്കില്ല അതെനിക്കറിയുള്ളൂ. ഇതിനെ പറ്റിയല്ലേ അറിയോ? ഈ ഐരി എങ്ങനെ ഉണ്ടാണ് എനിക്കറിയോ? അല്ല ചെറിയ എന്തൊക്കെ പറിച്ചത് പൂടില്ലല്ലേ? ഒക്കെ പറിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിവുള്ള ദിവസം ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ടൈം അങ്ങോട്ട് ഇതാക്കലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൺഡേ ആയാൽ നൈറ്റിലൊന്ന് റൈഡിങ്ങിനൊക്കെ ഒന്ന് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ. ഇക്കാക്ക് ഇങ്ങനത്തെ കൃഷി അതുപോലെ തന്നെ ചെടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ജോലിയോ അല്ലെങ്കിൽ ഷോപ്പൊന്നും ഒഴിവാക്കിയിട്ടല്ല, ആ ഒരു ഫ്രീ ടൈം ഏതാണോ അത് ഇതുപോലെയൊക്കെയാണ് ടൈം
ഇതാക്കൽ കേട്ടോ. അപ്പം മൊത്തത്തിൽ എന്തായാലും നല്ല രസമാണ്. വീട്ടിലെല്ലാവരും ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, ഹസു, ഇക്ക, ഞാൻ, അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കൽ. അപ്പം നല്ല രസം തന്നെയാണല്ലേ. ഓന് നനക്കിടെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ക്ലീൻ ഒന്നിടവിട്ടാക്കിയില്ലേക്ക എന്നാലേ പൂടുള്ളൂ. അയ്യോ ഓനെ നനക്കണില്ലേ മിച്ചിന്റെ കുഞ്ഞു ബേബി നനക്കുക. ചട്ടിക്ക് വെച്ചിട്ടുണ്ടോ അടുത്തതിനനുസോ? എന്തൊക്കെ ഇതിന് പണി ഇവിടെ മണ്ണില് ചെടി വെച്ചിടാട്ടെ അതിനോടാ പണി ഇരിപ്പിക്കണേ. ഇവിടെ നിധി തരികയാണ് ഹസും ഇക്കി കേട്ടോ. ഇതാ അവിടെ ഇതാ കുഞ്ഞാളിതാ. നിധി കിട്ടിയാ എന്തേ കിട്ടിയോ? പഠിത്ത് കിട്ടുമോ? മണ്ണ് മാന്തി ഒരുക്കുക അതിൻ്റെ അടിയിലായിരിക്കൂല്ലേ നിധി? ശരി. അപ്പോൾ ഇത് അവിടെയൊക്കെ ഞാൻ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇക്കതാ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ചാണകവും ചെടിയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ചാണകം ഇട്ടുണ്ട്. ഓരോ ഭ്രാന്ത്, ടൈം പാസ്. ഭ്രാന്തൻ റഹീസ്ക. അതിനൊപ്പിച്ചത് അതിൻ്റെ കുട്ടി കുഞ്ഞു ഭ്രാന്തൻ. ഇല്ലക്ക അജോ ഞാൻ കുത്തി വെച്ചതാ. ഇത് ചാണകം കൂടി ഇല്ലക്ക. ഉൾഗ്രാമത്തിൽ വന്നതാണെന്ന് തോന്നിപ്പിക്കും വിധം ചില ആദിവാസികൾ ചെയ്യുന്ന കലാപരിപാടിയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. മഗ്‌രിബിന്റെ സമയത്ത് ഏഴുമണി കാടിനുള്ളിൽ 4 മണി പൂക്കൾ വിരിയുണ്ടല്ലോ ഇവിടെ. ആ പാട്ടൊക്കെ പാടുന്നുണ്ട്. അല്ലോ എനിക്ക് പാട്ടൊക്കെ അറിയില്ലേ? ഒന്ന് പാടിയാ വെച്ചത് കേക്കട്ടെ. ആ പിന്നെയോ മറ്റേ പാട്ടാടിയാ? ഉമ്മാനെ കണ്ട് എങ്ങനെ വാങ്ങി തരലുണ്ടായി എനിക്ക്. ഇപ്പൊ എന്താ വാങ്ങി തരാത്തോ? ഇപ്പൊ പറയാണ് എൻ്റെ അടുത്ത് ഇപ്പൊ കായുണ്ട്, അന്ന് എൻ്റെ അടുത്ത് ഇല്ലേ കള്ള. ഇന്ന് നൈറ്റിൽ ഇറങ്ങിയപ്പോൾ അസുവിനെ കൊണ്ടുപോയിട്ടില്ല. അവന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. ചില ടൈമിൽ അവന് ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കും പറ്റുക, ചില ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. ഓരോ വാങ്ങിച്ചു കൊടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ക്രീമിൽ അതിലുണ്ടായ ക്രീം കഴിച്ചിട്ട് ബാക്കി അവിടെ വെക്കും കേട്ടോ. അങ്ങനെയുണ്ട് അവൻ്റെത്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റിൽ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴിക്കുമോ എന്തോന്നും അറിയില്ല. എനിക്കൊരു സാധനം കൊണ്ടുവന്നാണ്. വാ. അപ്പോൾ തന്നെ നമ്മൾ വന്ന ഉടനെ നമ്മൾ എന്താ കൊണ്ടുവന്നെന്നുള്ള ആകാംക്ഷയോട് നോക്കുകയാണ് ഹസു. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മളിത് അങ്ങനെ കറങ്ങി വന്ന് ഇക്കാക്ക് സാലഡിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുള്ളൂ. പിന്നെ അവന് 2 കിറ്റ്കാറ്റും അവന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നൈറ്റിൽ നമ്മളിതാ കൂട്ടാനും അതുപോലെ തന്നെ കഞ്ഞി, ചമ്മന്തി, പിന്നെ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഉണക്ക സ്രാവ്, അതെല്ലാം കൂടിയായിരുന്നു ഇന്ന് നൈറ്റിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാവർക്കും നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൂട്ടാനായാലും എല്ലാ കൂട്ടാനും കേട്ടോ. പിന്നെ ഇതാ നല്ല എനിക്ക് സ്രാവും ഇഷ്ടമാണ്. ഉണക്ക സ്രാവും ഉണക്ക തളമീനുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. എന്താ ഇവിടെ കാര്യമായിട്ട് ഇരുന്ന് മത്സരിച്ച് കഴിക്കണം? എന്താ മനസ്സിലായി? കേട്ടതൈര് വാങ്ങിക്കണ 500 ഗ്രാമിന്റെ മിഞ്ഞാനെ തിന്നാൻ പറഞ്ഞേ. ഇപ്പൊ നാളെ എക്സ്പയറാ കാണും. തിന്ന് തീർക്കാം.
അല്ല ഒരു 12 മണിക്ക് എണീറ്റ് ഇന്ന് കഴിച്ചാ പോലും 2 കൂടി കഴിഞ്ഞാൽ എക്സ്പയർ ആയി. അപ്പൊ കുത്തുന് തിന്നാൻ തീർക്കുക തന്നെ. അല്ല ഒരു 12 മണിക്ക് അലാറം വെക്കുക. 12 മണിക്കാണല്ലോ പിറ്റേ ദിവസം ആവുക. 12 കഴിഞ്ഞ കഞ്ഞി അപ്പൊ 12 എന്നിട്ട് ഇരുന്ന് കഴിക്കല്ലേ. അപ്പൊ ഏതായാലും ഞാനും സഹായിക്കാണ് ഇത് തീർക്കാൻ വേണ്ടിട്ട്.